സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെതിരെ വിമർശനവുമായി CPM മൂന്നാർ ഏരിയ കമ്മിറ്റി രംഗത്ത്. സീറ്റ് വിട്ടു നൽകുന്നതിൽ അതൃപ്തി അറിയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ ചിന്നാറിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പരിമിതികൾക്ക് നടുവിൽ വീർപ്പുമുട്ടുന്നു. ശമ്പള വർധനവിലെ സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് കീഴിലെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ. വിശദമായ വാർത്തകളിലേക്ക്. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെതിരെ വിമർശനവുമായി CPM മൂന്നാർ ഏരിയ കമ്മിറ്റി രംഗത്ത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിക്കെതിരെ ദൃശ്യ മാധ്യമങ്ങളിലൂടെ S. രാജേന്ദ്രൻ കള്ളപ്രചരണം നടത്തുകയാണെന്ന് മൂന്നാർ ഏരിയ കമ്മിറ്റി നേതൃത്വം ആരോപിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലം പാർട്ടിക്കൊപ്പം നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചയാളാണ് ഇത്തരത്തിൽ കള്ളപ്രചരണം നടത്തുന്നത്. തന്നെ ഉപദ്രവിച്ചുവെന്ന് നിരന്തരം പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ സഹതാപമുണ്ടാക്കി പാർട്ടിക്കുള്ളിലെ ആളുകളെ കൂടെ കൂട്ടാമെന്ന തെറ്റിദ്ധാരണയാണ് S. രാജേന്ദ്രനെന്നും CPM നേതൃത്വം പരിഹസിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് KV ശശിക്കെതിരെ കുറേ ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് കഴിഞ്ഞ 20 വർഷക്കാലം ഈ പാർട്ടിയുടെ കൂടെ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ച ആളാണ് ഇപ്പോൾ ഈ പാർട്ടി മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളപ്രചരണം നടത്തുന്നത്. ഈ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ച ആൾ, കാരണം 3 പ്രാവശ്യം MLA ആവുക എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പാവപ്പെട്ട പാർട്ടി അംഗങ്ങളും അനുഭാവികളും LDFന്റെ പ്രവർത്തകരെല്ലാം പട്ടിണി കിടന്നാണ് ഇയാൾ ജയിപ്പിച്ചത്. പക്ഷെ ആ ജയിപ്പിച്ചതിന് ശേഷം എന്താ പറയുന്നത്, പിന്നെയും ജീവിതകാലം മുഴുവൻ MLA ആകണമെന്നുള്ള മനസ്സിലുള്ള ആഗ്രഹം 3 പ്രാവശ്യം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ 4ാമതും അയാൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സമ്മതിക്കാത്തതിൻ്റെ ഭാഗമായി ഇവിടെ അഡ്വക്കേറ്റ് രാജേനെ 5 വർഷം മുമ്പ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചതിന് ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട ആൾ രാജേനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി എസ്റ്റേറ്റ് മേഖലകളിൽ പരസ്യമായും രഹസ്യമായും പ്രചരണം നടത്തി. നമുക്കറിയാം, വാഹന പ്രചരണ ജാഥയും സ്വീകരണ പരിപാടികളിലെല്ലാം ഈ പറയുന്ന ആൾ കൂടെ ഉണ്ടെങ്കിലും രാജയുടെ പേര് പോലും ചില സ്ഥലങ്ങളിൽ പറയാൻ തയ്യാറായില്ല. ഇത് പാർട്ടിക്ക് മനസ്സിലായി. പാർട്ടി ജില്ലാ കമ്മിറ്റി, അന്ന് പാർട്ടി DC മെമ്പറാണ് ഈ പറയുന്ന 3 പ്രാവശ്യം MLA ആയിരുന്നയാൾ. ആ DC മെമ്പറുടെ പേരിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി കമ്മീഷൻ വയ്ക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി DC പരിശോധിക്കുകയും, അന്ന് ഇയാൾ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഈ DC കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇയാൾ ഹാജരായില്ല എന്നുള്ള കാര്യം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഞങ്ങളുടെ പാർട്ടിനെ പറ്റി കള്ളപ്രചരണം തന്നെയാണ് നടന്നത്. അയാൾ അറിഞ്ഞില്ലാണ്, അയാൾ 1 വർഷം സസ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള കള്ളപ്രചരണമാണ് നടത്തുന്നത്. സീറ്റ് വിട്ടു നൽകുന്നതിൽ അതൃപ്തി അറിയിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. ചിഹ്നം നോക്കിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുന്നണിക്ക് പ്രസക്തിയില്ല. സീറ്റ് ചർച്ചകൾ വൈകുന്നത് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയെ ബാധിച്ചേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചതിൽ 20% സീറ്റുകളിലാണ് വിജയിച്ചത്. കേരള കോൺഗ്രസും 20% സീറ്റുകളിൽ വിജയം നേടി. തൊടുപുഴയിൽ PJ ജോസഫ് മാറുമെന്ന് പാർട്ടിയിൽ ആരും പറഞ്ഞിട്ടില്ലെന്നും അബു ജോൺ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. അത് ഉണ്ടായതാണ്. പക്ഷേ അതിനകത്തുള്ള കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി സീറ്റുകളാകാമെന്നുള്ളത് മുന്നണിയുടെ പൊതു സംവിധാനത്തിൽ അത്രയെങ്കിലും സീറ്റുകളിൽ ആളുകളെ നിശ്ചയിക്കുക എന്നുള്ളത് അത് ഒരു മുന്നണിയുടെ ആവശ്യം കൂടിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ചൂട് പിടിച്ച് മറ്റ് ഘടകകക്ഷികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ ഊർജിതമായി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഡൽഹിയിലാണ്, അവരുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇത് ഒരു
ഒരു പരിധിയിൽ കൂടുതൽ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് മുന്നണിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ നിയോജക മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത ബാധിക്കുന്ന കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സുസജ്ജമാണ്. ഐക്യജനാധിപത്യ മുന്നണി ഉറപ്പായിട്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഇന്ന് കാണും. മണ്ഡലത്തെ MLA കഴിഞ്ഞ 10 വർഷത്തെ പി.ജെ. ജോസഫ് ഈ മണ്ഡലത്തിൽ ഭരണത്തില്ലാതെ കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അത് എന്താ പറയുന്നത്, ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി. തൊടുപുഴയിലെ ജനങ്ങളാരും പറയത്തില്ല പി.ജെ. ജോസഫ് തൊടുപുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ഭരണത്തിൽ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി ഭരണകക്ഷി ഈ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് ഏതാണ്ട് നിർത്തലാക്കി വെച്ച പോലെയുള്ള സാഹചര്യത്തിൽ പോലും തൊടുപുഴയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈയിടയ്ക്ക് മാതൃഭൂമിയാണോ നിങ്ങളുടെ ഇതൊരു സർവേയിൽ 72% MLA എന്ന രീതിയിൽ പി.ജെ. ജോസഫിന് തൊടുപുഴയിലുള്ള അംഗീകാരം ആ ഒരു സർവേയിൽ കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നും ഒരു ഇവിടെ എതിര് നീക്കുന്ന ആളുകൾക്ക് എന്ത് വെള്ളം പറയാതെ പക്ഷേ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചർച്ചയിൽ ഇരു കക്ഷികളും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വിശദമായ ചർച്ചയ്ക്ക് ഒരുങ്ങുന്നതേ ഉള്ളൂ. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ മുന്നണിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായി വരും. എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യുന്നതാണല്ലോ ഒരു മുന്നണി സംവിധാനം. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയല്ല, ഒരു മുന്നണി സംവിധാനത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തു പോകുന്ന ഒരു മുന്നണിയാണ് ഒരു മുന്നണിയുടെ ഏറ്റവും ഒരു കെട്ടുറപ്പിന് ഏറ്റവും അനുയോജ്യം. പരസ്പരമുള്ള വിട്ടുവീഴ്ചയും പരസ്പരമുള്ള സഹകരണങ്ങളുമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി ജില്ലയിൽ 5 നിയോജകമണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ തൊടുപുഴയിൽ UDF ജയിച്ചു. പി.ജെ. ജോസഫ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് 24,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പീരുമേട് സീറ്റിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് സ്ഥാനാർത്ഥി 1,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ദേവികുളത്ത് ഏതാണ്ട് 7,000 ചില്ലാൻ വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഉടുമ്പൻചോലയിൽ 38,000 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജ് 5,000 ചില്ലാൻ വോട്ട് പരാജയപ്പെട്ടു. അപ്പം ഇത് ഇടുക്കിയുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ 5 നിയോജക മണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ മുന്നണി ഒരു സംവിധാനത്തിൽ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണനകൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഹെൽത്തി ആയിട്ടല്ല ആരോഗ്യപരമായ ഒരു തീരുമാനങ്ങളുമായിട്ട് മുന്നണി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസം. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ജയിക്കുക എന്നുള്ള ചോദ്യം വരേണ്ടത്. ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു ചിഹ്നം നോക്കിയാണ് മുന്നണി സംവിധാനം മുന്നോട്ട് പോകുന്നതെങ്കിൽ പിന്നെ ആ മുന്നണിക്ക് പ്രസക്തിയില്ലല്ലോ. മുന്നണി സ്ഥാനാർത്ഥി നിന്നാൽ ഈ മുന്നണിയിൽ പല ആശയങ്ങളുള്ള പാർട്ടികളുണ്ട്, പല ശക്തി കേന്ദ്രങ്ങളുണ്ട് പല പാർട്ടികൾക്കും. അങ്ങനെ ഒരു ആലോചന തന്നെ ശരിയല്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് അടിത്തറയുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥി ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ചർച്ച മാത്രമേ ഉണ്ടാകൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. വിജയ സാധ്യത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ മാനദണ്ഡമല്ല. അത് ഏത് പാർട്ടി ആയാലും ഏത് ചിഹ്നമായാലും വിജയ സാധ്യത എന്നുള്ളതായിരിക്കണം അടിസ്ഥാനപരമായ മാനദണ്ഡം. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ ചിന്നാറിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പരിമിതികൾക്ക് നടുവിൽ വീർപ്പ് മുട്ടുകയാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് വർഷങ്ങളായി ചെക്ക് പോസ്റ്റ് പ്രവർത്തിച്ചു വരുന്നത്. വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത ഇവിടെ സോളാർ വൈദ്യുതി തന്നെ ജീവനക്കാർക്ക് ശരണം. 9 പേരാണ് ഇവിടെ പരിമിതികൾക്ക് നടുവിൽ ജീവനക്കാരായുള്ളത്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ലഹരി വസ്തുക്കളുടെ ഉൾപ്പെടെ കള്ളക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള തമിഴ്നാട് അതിർത്തിയായ ചിന്നാറിൽ എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ പരിമിതികൾക്ക് നടുവിൽ ഞെങ്ങിഞ്ഞെരുങ്ങിയാണ് നിലവിൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മാറയൂർ ഉടുമലപ്പേട്ട അന്തർദേശീയ സംസ്ഥാന പാതയിൽ പ്രവർത്തിക്കുന്ന ചിന്നാർ ഫോറസ്റ്റ് റേഞ്ചിന്റെ കീഴിലുള്ള ചെക്ക് പോസ്റ്റിൽ കാലങ്ങളായി അവിടെ കുടിവെള്ളമില്ല. കുടിവെള്ളം ഇപ്പോൾ അവർ തോട്ടിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പ് ഇട്ടാലും ഓസ് ഇട്ടാലും കുരങ്ങും മറ്റു വന്യജീവികളൊക്കെ പൊട്ടിച്ചു കളയുന്നതുകൊണ്ട് അവർക്കിപ്പോൾ നിലവിൽ കുടിവെള്ളം ഇല്ലാത്ത സാഹചര്യം. അതുപോലെ തന്നെ കാലങ്ങളായിട്ട് അവിടെ വൈദ്യുതി ഇല്ല. ഒരു സോളാർ മിന്നുന്ന ലൈറ്റ് മാത്രമാണ് രാത്രി കാലങ്ങളിൽ ചെക്കിങ്. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വൈദ്യുതിയുടെയും പിന്നെ കെട്ടിടം പഴയ കാലത്ത് പണിത കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ സുരക്ഷമായി വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് താമസിക്കാൻ സൗകര്യമില്ല. ഇത്രയും ആവശ്യങ്ങൾ ചിന്നാർ ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. 9 പേരാണ് ചെക്ക് പോസ്റ്റിൽ ജീവനക്കാരായി ഉള്ളത്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം. മഴ പെയ്താൽ ചോർന്നൊലിക്കും. ആന ഉൾപ്പെടെ വന്യജീവികളുടെ സാന്നിധ്യം സ്ഥിരമായുള്ള ഇവിടെ ആകെയുള്ളത് സോളാർ വൈദ്യുതി മാത്രം. വൈദ്യുതി തീർന്നാൽ മെഴുകുതിരി വെളിച്ചത്തെ ആശ്രയിക്കണം. അരുവികളിൽ നിന്നും മറ്റുമാണ് കുടിവെള്ളവും ഇതര ആവശ്യങ്ങൾക്കുള്ള വെള്ളവും എത്തിക്കുന്നത്.
പേരിന് വൈഫൈ ഇന്റർനെറ്റ് സേവനം ഒരുക്കിയിട്ടുണ്ട്. വൈദ്യുതി പോയാൽ ഇന്റർനെറ്റ് സേവനം നിലയ്ക്കും. മൊബൈൽ സിഗ്നൽ ഇവിടെ പേരിന് പോലുമില്ല. ഇത്തരത്തിൽ പരിമിതികളിൽ നട്ടം തിരിഞ്ഞാണ് ചെക്ക് പോസ്റ്റിലെ ജീവനക്കാർ 24 മണിക്കൂറും കർമ്മനിരതരായി തുടരുന്നത്. മതിയാംവിധം സൗകര്യമുള്ള ഒരു കെട്ടിടമെങ്കിലും ചെക്ക് പോസ്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കണമെന്നതാണ് പ്രധാനമായി ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മറയൂർ. ശമ്പള വർധനവിലെ സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് കീഴിലെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ, ഹൈറേഞ്ച് പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ എന്നീ തോട്ടം തൊഴിലാളി സംഘടനകൾ സമരമുഖത്തേക്ക്. മാർച്ച് 12-ന് പീരുമേട് ലേബർ ഓഫീസ് ഉപരോധ സമരം നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തോട്ടം തൊഴിലാളികൾക്ക് നിലവിലെ ശമ്പളത്തോടൊപ്പം 48 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചത്. 100 രൂപ പ്രതിദിന വർധനവ് വേണമെന്നതായിരുന്നു പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയിൽ INTUCയുടെ ആവശ്യം. ഇത് അംഗീകരിക്കാതെ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവിൽ തൊഴിൽ വകുപ്പ് മന്ത്രി ഏകപക്ഷീയമായ പ്രഖ്യാപനമാണ് നടത്തിയത്. ഇതിൽ INTUC വിയോജിപ്പും രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് INTUCക്ക് കീഴിലെ പീരുമേട് താലൂക്ക് കേന്ദ്രീകൃതമായ HRPE, KPWU എന്നീ ട്രേഡ് യൂണിയനുകൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നതെന്ന് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളികൾക്ക് യഥാസമയം ശമ്പളം കിട്ടാതിരിക്കുകയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് യാതൊരു ചർച്ചയുമില്ല. അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ പാർപ്പിട സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഒരു അലംഭാവമാണ് ഈ ഗവൺമെൻറ് കാണിച്ചു വരുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായിട്ട് പ്ലാന്റേഷൻ ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ 12-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പീരുമേട് ലേബർ ഓഫീസിലേക്ക് INTUC യൂണിയനുകളിൽ പെടുന്ന തൊഴിലാളികൾ മാർച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി LDF സർക്കാർ തൊഴിലാളി വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് പാബ്സ് എസ്റ്റേറ്റിലെ ശമ്പള വിതരണം അടക്കമുള്ള തൊഴിൽ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ സർക്കാർ തലത്തിൽ നടത്തുന്നില്ല എന്നും KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി തോട്ടം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് LDFന്റെ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. 10 വർഷക്കാലവും ഇവിടുത്തെ LDFന്റെ MLAമാരും ഇക്കാര്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടില്ല. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ല. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിൽ കൃത്യമായ ശമ്പളം നൽകുന്നില്ല. പിരിഞ്ഞുപോയ തൊഴിലാളികൾക്ക് ഗ്രാറ്റുവിറ്റി നൽകുന്നില്ല. ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ, ശുപാർശകൾ ഗവൺമെൻറ് ഒന്നൊന്നായി നടപ്പിലാക്കുമ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ശുപാർശ പോലും നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. മാർച്ച് 12-ന് പീരുമേട് ലേബർ ഓഫീസ് പടിക്കൽ നടക്കുന്ന ഉപരോധ സമരം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ, HRPE യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ, INTUC ഭാരവാഹികളായ M ശേഖർ, പാപ്പച്ചൻ വർക്കി, മുത്തുശെൽവി തുടങ്ങിയവർ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആയുർവേദ മെഡിക്കൽ കോളേജായി മാറാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉടുമ്പൻചോലയിലുണ്ടെന്ന് MM മണി MLA. വിവിധ കെട്ടിടങ്ങൾ നിർമ്മിച്ച സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിനോടൊപ്പം ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്നതിനും ആവശ്യമായ സ്ഥല സൗകര്യമുണ്ട്. ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ IP വിഭാഗത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. സംസ്ഥാനത്തെ 4ാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജായ ഉടുമ്പൻചോല ഭാവിയിൽ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജായി മാറും. വികസനത്തിനാവശ്യമായ വിശാലമായ സ്ഥല സൗകര്യവും ഉടുമ്പൻചോലയിലുണ്ട്. ഇതോടൊപ്പം കാലാവസ്ഥയും അനുയോജ്യമാണെന്നും MM മണി MLA പറഞ്ഞു. ഇപ്പോഴത്തെ ആരോഗ്യ പദ്ധതി ഈ കാര്യത്തിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അത്ര മനോഹരമായ സ്ഥലമാണ്. അത്യാവശ്യം വേണേൽ പച്ചമറി മരുന്ന് എല്ലാം ചെയ്യാനുള്ള കഴിവില്ല. ഉടുമ്പൻചോല മാട്ടുത്താവളത്തെ 21 ഏക്കറോളം ഭൂമിയാണ് ആയുർവേദ മെഡിക്കൽ കോളേജിനായി വിട്ടു നൽകിയിരിക്കുന്നത്. ഇടുക്കി വികസന പാക്കേജിൽ അനുവദിച്ച 10 കോടി രൂപ ഉപയോഗിച്ച് OP ബ്ലോക്കിന്റെ നിർമ്മാണം നടത്തുന്നതിനുള്ള പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്ത് വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് OP ബ്ലോക്ക് പ്രവർത്തിക്കുന്നത്. ഇതിനായി 25 പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് 2 കോടിയിലധികം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെയാണ് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ കിടത്തി ചികിത്സാ വിഭാഗം താൽക്കാലികമായി ആരംഭിക്കുന്നത്.
50 കിടക്കകളോട് കൂടിയ സൗകര്യങ്ങളാണ് തുടക്കത്തിൽ ആരംഭിക്കുക. ഫർണിച്ചർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. IP വിഭാഗം ഉദ്ഘാടന യോഗത്തിൽ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ TD ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നാഗജ്യോതി ഭാസ്കർ, ഡോക്ടർ PY അൻസാരി, പരമേശ്വരി R, ഡോക്ടർ ശ്രീദർശൻ KS, മണികണ്ഠൻ KV, തിലോത്തമ സോമൻ, VN മോഹനൻ, NB സുനിൽകുമാർ, KK സജികുമാർ, ഡോക്ടർ JN D, ഡോക്ടർ സുനിൽ ജോൺ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ ഉടുമ്പൻചോല. NDAയുടെ നേതൃത്വത്തിൽ ഈ മാസം 12-ന് ദേവികുളം MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. അടിമാലിയിലാണ് NDA നേതൃത്വം പ്രതിഷേധ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. BJP സംസ്ഥാന സമിതി അംഗം S രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ ദേവികുളം മണ്ഡലത്തിൽ മുന്നണികളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് NDAയുടെ നേതൃത്വത്തിൽ ഈ മാസം 12-ന് ദേവികുളം MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാൻ നേതൃത്വം തീരുമാനം കൈക്കൊണ്ടത്. രാവിലെ 10-ന് അടിമാലിയിലാണ് പ്രതിഷേധ പരിപാടി നടത്തുക. വികസന മുരടിപ്പിന്റെ 5 വർഷങ്ങളാണ് ദേവികുളം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞു പോകുന്നതെന്ന് NDA നേതൃത്വം ആരോപിച്ചു. ദേവികുളം MLAയുടെ ഈ മണ്ഡലത്തിനോട് കാണിച്ചിരിക്കുന്ന അവഗണനയ്ക്കെതിരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് 12-ാം തീയതി രാവിലെ 10 മണിക്ക് MLA ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ദേവികുളം മണ്ഡലത്തിൽ MLA രാജ് നടത്തിയിട്ടുള്ള അവഗണന എന്ന് പറയുന്നത് വിരലിൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളെ പുറംകാലുകൊണ്ട് ചവിട്ടി മെതിച്ചു കൊണ്ടുപോകുന്ന നിലപാടാണ് രാജ് നടത്തിയിട്ടുള്ളത്. 20 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ ടാറിൻ്റെ ഒരു പൊടി പോലും ഇല്ലാതെ ടാർ ചെയ്യാതെ കിടക്കുന്ന വട്ടവടയിലെ റോഡ് മുതൽ സാധാരണക്കാരൻ്റെ ട്രൈബൽ മേഖലകളിലെ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടി ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. BJP സംസ്ഥാന സമിതി അംഗം S രാജേന്ദ്രൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് മുഖ്യപ്രഭാഷണം നടത്തും. NDA മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കും. ദേവികുളം മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും NDA നേതൃത്വം വ്യക്തമാക്കി. സിറ്റി വിഷൻ അടിമാലി. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് സമ്മേളനം നടന്നു. 32,57,57,836 രൂപ വരവും 32,82,74,538 രൂപ ചെലവും 14,83,298 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് പ്രസിഡന്റ് മിലാനി സാബു അവതരിപ്പിച്ചത്. വാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മാലിനി സാബു 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു.
വരുമാന പ്രതീക്ഷകൾ 2026-27 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന് ജനറൽ വിഭാഗത്തിൽ 3,60,81,000 രൂപയും പട്ടികജാതി വികസനത്തിന് 26 ലക്ഷം രൂപയും പട്ടികവർഗ വികസനത്തിന് 9,88,000 രൂപയും മെയിൻ്റനൻസ് ഗ്രാന്റ് റോഡ് ഇനത്തിൽ 2,97,57,837 രൂപ വരവും 32,82,74,538 രൂപ ചെലവും 14,83,298 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബഡ്ജറ്റാണ് വാത്തുകുടി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. കൃഷി, മൃഗസംരക്ഷണം, പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം, സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട വിപണി പ്രോത്സാഹന പദ്ധതികൾ, വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾ, ഭവന നിർമ്മാണം, വീടുകളുടെ വൈദ്യുതീകരണം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സുസ്ഥിര ക്ഷേമത്തിനും ഉതകുന്ന പദ്ധതികൾക്കായി കൂടുതൽ തുക നീക്കിവെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ മനോജ, ടോമി തോമസ്, ഡോളി തോമസ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സജി, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആകാശ് കെ വി, HC ജോഷി ജോസഫ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സാജു കാരക്കുന്നേൽ, മുൻ ജോയിന്റ് BDO ടോമി ജോസഫ, നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. നായർ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ജില്ലയിലെ തൊടുപുഴയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ പെരുമറ്റം രാധാകൃഷ്ണനെ ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ നായർ സമുദായം ഉൾപ്പെടെയുള്ള സംവരണേതര വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരോട് കാണിക്കുന്ന അവഗണനകൾക്കെതിരെയും ജസ്റ്റിസ് M.R. ഹരിഹരൻ നായർ കമ്മീഷൻ നൽകിയിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി പരിഗണിക്കണമെന്നും നടപ്പിലാക്കണമെന്നും തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നായർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ കൂട്ടായ്മയായ നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാസം 7-ന് കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ജാഥ 13-ാം തീയതി സെക്രട്ടേറിയറ്റ് പടിക്കൽ സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും. നായർ ഐക്യവേദിയുടെ ചെയർമാൻ പെരുമറ്റം രാധാകൃഷ്ണൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. 186 സമുദായങ്ങളിൽപ്പെട്ട അവശരെ അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് M.R. ഹരിഹരൻ നായരെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തപ്പോൾ തന്നെ ആ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, സർവേ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നായന്മാരുടെ പേര് പറഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കേരള ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. നായർ സമൂഹം ഉൾപ്പെടുന്ന 168ഓളം വരുന്ന വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ധർമ്മസമരം സാമൂഹിക നീതിക്ക് വേണ്ടി നടത്തുന്ന വലിയ പോരാട്ടമായി മാറുമെന്നും തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ശക്തമായി പ്രതിഫലിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നായർ ഐക്യവേദി നേതാക്കളായ TD വിജയൻ നായർ, P. ചന്ദ്രശേഖരൻ നായർ, ഡോക്ടർ വിനുകുമാർ, വൈക്കം അനിൽകുമാർ, രാജ്മോഹൻ കൈമൾ, അഡ്വക്കേറ്റ് ഭാവന, ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV വൈദ്യുത ലൈനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ആശങ്കകൾ പരിഹരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി നാളെ ആക്ഷൻ കൗൺസിലിന്റെ പൊതുയോഗം ബദേൽ സെന്റ് ജേക്കബ്സ് പള്ളി പാരിഷ് ഹാളിൽ നടക്കും. 2009 വിഭാവനം ചെയ്തതാണ് കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV പദ്ധതി. 2012 ഇതുമായി ബന്ധപ്പെട്ട് ബോർഡ് കർഷകരെ സമീപിച്ചെങ്കിലും കൃഷിഭൂമിയും കാർഷിക വിളകളും ഇല്ലാതാക്കുന്ന പദ്ധതിക്കെതിരെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് ബോർഡ് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജീവനക്കാർ നിശബ്ദമായി സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ഉടമസ്ഥരറിയാതെ അടയാളക്കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സമീപകാലത്താണ് ഈ ലൈൻ കൊമ്പൊടിഞ്ഞാലിൽ നിന്നും പണിക്കൻകുടി, മേലെ ചിന്നാർ, മഞ്ഞപ്പാറ, പച്ചടി, ബഥേൽ, പത്തുവളവ്, ചക്കക്കാനം,
കല്ലാർ തുടങ്ങിയ ജനവാസ മേഖലകളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പ്രദേശവാസികൾ അറിയുന്നത്. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിലയെപ്പറ്റിയോ കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തെപ്പറ്റിയോ കർഷകരോട് സംസാരിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാതെ സർവേ നടപടികൾ തുടരുകയും പണിക്കൻകുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വൈദ്യുതി വകുപ്പ് അധികൃതരുമായും മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നഷ്ടപരിഹാരം കണക്കാക്കുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. കർഷകരുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കളക്ടറുമായിട്ടുള്ള പല മീറ്റിങ്ങുകളും ഇതിനോടനുബന്ധിച്ച് ഇതിനുവേണ്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയുണ്ടായി. അവസാനം ഫെബ്രുവരി മാസം 28-ാം തീയതി ഇതിനൊരു തീരുമാനമുണ്ടാക്കാം എന്നുള്ള രീതിയിൽ കളക്ടറുടെ അടുത്ത് നമ്മുടെ മന്ത്രിയായ റോഷി അഗസ്റ്റിനും MP ആയ ഡീൻ കുര്യാക്കോസും ഒക്കെ ചേർന്നുള്ള ഒരു മീറ്റിങ്ങിലാണ് അവിടെ ചർച്ച നടത്തുകയുണ്ടായി. അങ്ങനെ അവസാനം ഫെബ്രുവരി മാസം 28-ാം തീയതി ഇതിനൊരു അവസാന തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതിനൊരു തീരുമാനം പോലും ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു KCB അധികൃതർ ഇതിന് ഈ സർക്കാരിന്റെ പോലും ഒരു നഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാർഷിക വിളകളുടെ ഇനം തിരിച്ച് 30 മുതൽ 50 വർഷത്തെ ആദായ നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ടവർ നിർമ്മാണത്തിനായി റോഡ് വെട്ടുന്നതിന് ഏറ്റെടുക്കുന്ന ഭൂമിക്കും നഷ്ടപരിഹാരം നൽകണം. ഓരോ കർഷകനും നൽകുന്ന നഷ്ടപരിഹാരത്തുക രേഖപ്പെടുത്തി കർഷകരെ ബോധ്യപ്പെടുത്തിയ ശേഷം സമ്മതപത്രം നൽകണം. പട്ടയമില്ലാത്തവർക്കും പട്ടയമുള്ളവർക്ക് നൽകുന്ന അതേ നഷ്ടപരിഹാരം നൽകണം. വീടും മറ്റു നിർമ്മിതികളും നഷ്ടപ്പെടുന്നവർക്ക് ഇവ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലവും ധനസഹായവും നൽകണം. നഷ്ടപരിഹാരത്തുക കർഷകരുടെ അക്കൗണ്ടിൽ ലഭിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു. വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന മേഖലയിൽ 440 കുടുംബങ്ങളുണ്ട്. ഇവരുടെ യോഗമാണ് നാളെ നടക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് തുടർ നടപടികളും മറ്റും തീരുമാനിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ ജോസഫ് നടുപ്പടവിൽ, കൺവീനർ ജോൺസൺ കിഴക്കേക്കര, സജി പേഴത്തുവയലിൽ, ജോജി ഇടപ്പള്ളിക്കുന്നിൽ, മാത്തുക്കുട്ടി ഇടയിടം, രാജേഷ് അമ്പഴം, തോമസ് കോട്ടുതൊണ്ടയിൽ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് ചെറുതോണിയിൽ വ്യാപാരികളുടെ ഇഫ്താർ സംഗമം. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിരുന്നിൽ വിവിധ മത സാമൂഹിക മേഖലകളിലെ പ്രമുഖർ ഒത്തുചേർന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ വ്യാപാരികളും വിവിധ മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുത്തു. റമദാൻ മാസത്തിന്റെ ആത്മീയ സന്ദേശമായ സൗഹാർദ്ദവും സഹോദരത്വവും പങ്കുവയ്പും ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജോസ് കുഴിക്കണ്ടം അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ഇമാം ഖാലിദ് ഉവൈസി ഉദ്ഘാടനം ചെയ്തു. റമദാൻ മാസം മനുഷ്യർക്കിടയിൽ സ്നേഹവും കരുണയും പരസ്പര ബഹുമാനവും വളർത്തുന്ന മഹത്തായ കാലഘട്ടമാണെന്നും സമൂഹത്തിലെ ഐക്യവും സൗഹാർദ്ദവും ശക്തിപ്പെടുത്തുന്നതിൽ ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ വലിയ പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഘോഷങ്ങൾ നടന്നവർ ചെറുതോണി പട്ടണം പരിസര നാടുകളിൽ ഒരു മാതൃകയാണ് ലോകത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഐക്യവും ഊർജ്ജവുമായി അത് വിഭാവനം ചെയ്യുന്ന ഒരു കേന്ദ്രമായി മാറണം. ഈ തൊപ്പിയിൽ പുരുഷന്മാരെ സൗഹാർദ്ദത്തിന്റെ മാനവും അതിന്റെ മുത്തുമണിയുമാണ്. പരിപാടിയിൽ SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് P രാജൻ, ഇടുക്കി NSS കരയോഗം പ്രസിഡന്റ് PC രവീന്ദ്രൻ, ചെറുതോണി ജുമാ മസ്ജിദ് പ്രസിഡന്റ് കബീർ സുഹരെ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിജോ തടത്തിൽ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് എന്നിവർ ആശംസകൾ നേർന്നു. സമൂഹത്തിലെ മതസൗഹാർദ്ദവും ഐക്യവും നിലനിർത്താൻ ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറെ സഹായകരമാണെന്ന് ആശംസാ പ്രസംഗങ്ങളിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. വിവിധ സാമുദായിക നേതാക്കന്മാരും വ്യാപാരി പ്രമുഖരും ഒരേ വേദിയിൽ ഒത്തുചേർന്നത് ചെറുതോണിയുടെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന് മാറ്റുകൂട്ടി. ചെറുതോണി യൂണിറ്റിലെ നിരവധി വ്യാപാരികളും പൊതുപ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു. വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിലും സാമൂഹികവും മതപരവുമായ ഒത്തൊരുമ നിലനിർത്താൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഇടുക്കി.
യാക്കോബായ സുറിയാനി സഭ രാജകുമാരി മേഖല 18ാമത് സുവിശേഷ മഹായോഗത്തിനും സംഗീത വിരുന്നിനും നാളെ തുടക്കമാകും. 4 ദിവസങ്ങളിലായി രാജകുമാരി ഗലീലാക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനാണ് നാളെ തിരിതെളിയുന്നത്. ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് സുവിശേഷ മഹായോഗം ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ മഹായോഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രാസനത്തിലെ ഹൈറേഞ്ച് മേഖലയിൽ രാജകുമാരി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന 8 പള്ളികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാജകുമാരി മേഖല 18ാമത് സുവിശേഷ മഹായോഗവും ഹെവൻലി വോയിസിന്റെ സംഗീത വിരുന്നിനും നാളെ 12-ാം തീയതി മുതൽ തുടക്കം കുറിക്കും. നാളെ വൈകിട്ട് 7 മണിക്ക് ഹൈറേഞ്ച് മേഖല മെത്രാപ്പൊലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് തിരിതെളിക്കുന്നതോടെയാണ് സുവിശേഷ മഹായോഗത്തിന് തുടക്കമാകുന്നത്. ഈ മാസം 15 വരെ നടക്കുന്ന മഹായോഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും പ്രഗത്ഭരായ വൈദികർ വചനപ്രഘോഷണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ദേശത്തുള്ള എല്ലാ ഇടവകയിലെയും പ്രത്യേകിച്ച് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 5:30 മണിക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുന്ന യോഗം 9 മണിക്ക് അവസാനിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 4 ദിവസങ്ങളിലായി രാജകുമാരി ഗലീലാക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനോടനുബന്ധിച്ച് 1000-ഓളം ഭക്തജനങ്ങൾക്കുള്ള ഇരിപ്പിടവും വാഹന പാർക്കിങ്ങും എല്ലാ ദിവസവും ഭക്ഷണവും ക്രമീകരിച്ചതായും ഇടവക വികാരിയും ജനറൽ കൺവീനറുമായ ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ പറഞ്ഞു. അവർക്ക് വേണ്ടതായ ഇരിപ്പിടങ്ങൾ, മനോഹരമായ പന്തലുകൾ, അതുപോലെ തന്നെ വരുന്ന എല്ലാവർക്കും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തക്കവണ്ണം നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിലെല്ലാം ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. യുവാക്കളും എല്ലാവരും ചേർന്ന് അതിൻ്റേതായ ക്രമീകരണങ്ങൾക്കായിട്ട് മുന്നോട്ടിറങ്ങുന്നു. എല്ലാവരും ഇതിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടം ആയതുകൊണ്ട് ഒന്ന് ഒരുങ്ങാൻ, പ്രത്യേകമായിട്ട് വചനങ്ങൾ കേട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ ഒരവസരമാണ് ഉള്ളത്. ജനറൽ കൺവീനർ ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ, കൺവീനർ ഫാദർ ഏൽദോസ് പുളിഞ്ചോട്ടിൽ, സമീപ പള്ളികളിലെ വൈദികർ, സെക്രട്ടറി PA ബിനോയ് പടയാട്ടിൽ, ട്രഷറർ ജോർജ് CP ചവറ്റുകുഴി, ബിജു ഐസക് അമ്പഴച്ചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ, രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,970 രൂപ, പവന് 1,19,760 രൂപ, വെള്ളി ഗ്രാമിന് 300 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവികുളം മുൻ MLA S രാജേന്ദ്രനെതിരെ വിമർശനവുമായി CPM മൂന്നാർ ഏരിയ കമ്മിറ്റി രംഗത്ത്. സീറ്റ് വിട്ടു നൽകുന്നതിൽ അതൃപ്തി അറിയിച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ്. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ ചിന്നാറിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് പരിമിതികൾക്ക് നടുവിൽ വീർപ്പുമുട്ടുന്നു. ശമ്പള വർധനവിലെ സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടിക്കെതിരെ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് കീഴിലെ കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.